ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെറുത്തരത്തുള്ള ഒരു സ്ഥലത്താണ്. ഇത് എന്താണെന്നൊന്നും അറിയില്ല. അവിടെ പോയി കിട്ടിയാണ്. ഗുജറാത്തിലൊരു ഫുഡാണ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫുഡ് കണ്ടത് ട്രെയിനിൽ കയറിയപ്പോഴാണ്. വീണ്ടും ഇതേ മസാല പൂരി, എന്തോ പൂരിയാണിത്, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല ഗായ്സ്. എന്തോ ഒരു തിന്നണ സാധനമാണ്. വണ്ടിയിൽ വന്നപ്പോൾ നമ്മൾ കിട്ടിയതൊക്കെ പേടിച്ച് തിന്നാണ്. ഭയങ്കരമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. അടിപൊളിയാണ്, ഫുഡ് സൂപ്പറാണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് വെറുതെ തള്ളി വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെയാണ് ഭയങ്കര വൃത്തിയാണ്. അയാളത് കണ്ടില്ല. വീഡിയോ എടുക്കാം. വീഡിയോ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കാമെന്ന് പറയാം. അയ്യോ, അപ്പൊ കുട്ടി പോകാൻ വേണ്ടി ടാറ്റകളൊന്ന് ടാറ്റകളൊന്ന് നല്ല അടിപൊളി കുട്ടി. കുട്ടി ടാറ്റ എവിടെയാന്ന് അതല്ല, പല്ലിനെ കുറിച്ച് തെരി വെച്ചാൽ പല്ലിനെ കുറിച്ച് തെരി വെച്ചാൽ ക്ലിപ്പ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇങ്ങനെ കിട്ടിക്കണേ. എന്നോട് ഇംഗ്ലീഷ് ആരാണ് ഇവൻ ഇംഗ്ലീഷാ പറഞ്ഞ കാലത്തോട്ട് പോയിട്ട് വരെ അതറിയില്ലല്ലോ. ഇവന് ഹിന്ദി അറിയില്ലല്ലോ. ഗുജറാത്തിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. സംഭവം ഇവന് ഇൻസ്റ്റാഗ്രാമിൽ അതായത് ആൾക്കാർ പിന്നെ അറിയൂല. പറയടാ, ചപ്പാത്തി എന്ന കഥ പറയും. ഞാൻ അറിയില്ല. ഇത് കഥ എഴുതും. സ്റ്റോറീസ്. ഇവനെങ്ങനെ പോയാലും 10K സബ്സ്ക്രൈബർ നിന്നെ വെച്ച് മേടിക്കുക. അന്നേരം നിന്നെ വയറിലാക്കും. അങ്ങനെ വണ്ടി നേരെ ഡൽഹിയിലേക്ക് എത്തി. ഡൽഹിയിൽ നമ്മൾ മെട്രോയിൽ റെയിൽവേ സ്റ്റേഷൻ മെട്രോയിൽ കയറി. മെട്രോയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടേക്കാണ് പോകുന്നുള്ളത് വെച്ചാൽ നമ്മൾ നേരെ റെഡ് ഫോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യത്തിന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ ഇനി മെട്രോയിൽ ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത്. സ്ഥലം ഓർമ്മയില്ല, ഏതൊരു സ്ഥലമാണ് എന്നൊക്കെയാണ്. ഏതൊരു സ്ഥലം ടിക്കറ്റൊക്കെ നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെയുള്ള പയ്യൻ ഡൽഹി കാണുന്നത്. അപ്പോൾ ഇതാണ് മെട്രോ സ്റ്റേഷൻ. അറിയണ ഒരു കമൻറ്റ് ചെയ്യുക, ഇത് ഏതാ മെട്രോ സ്റ്റേഷൻ എന്ന്. ഇത് നമ്മൾ ബസ്സിലേക്ക് പോകണം നേരെ. ഇതിൽ പ്രത്യേകം തൊട്ടടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഡൽഹിയിലേക്ക് പോയപ്പോൾ പിള്ളേരൊക്കെ കിട്ടും ഇങ്ങനെ ബസ്സിൻ്റെ അടുത്തിരിക്കാനായിട്ട്. കേരളത്തിലല്ലെങ്കിലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടും. അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പെൺപിള്ളേർക്ക് ഫ്രീ ആണ് ടിക്കറ്റ്. അതുകൊണ്ടാണ് അവർക്ക് കയറുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ നേരെ ഒരു സ്ഥലത്തേക്കാണ് റെഡ് ഫോണിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി, ഒരു അമ്പലത്തിൽ ഗംഭീര തിരക്കാണ്. ഒരു പഞ്ചാബികളുടെ അമ്പലമാണ്. മുട്ടാനില്ല, ഭയങ്കര തിരക്കാണ്. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് കണ്ടു. ഇതാണ് ഗുരു സാഹിബ് ബംഗ്ലാവ്. അതാണ് ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി. റെഡ് ഫോർട്ടിന് തൊട്ടടുത്താണ്. ഇവിടേക്ക് പോയി കുറേ പേരുണ്ടാവും. ട്രിപ്പേഴ്സ് കൂടുതലും പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് അതിനിടയിൽ ബദാമി സാഹിബൊക്കെ വീഡിയോസൊക്കെ കുറേ എടുക്കുന്നുണ്ട്. പരമാവധി വീഡിയോസും ഇതൊക്കെ എടുത്ത് കൂട്ടി അവർ പോകുന്നുണ്ട്. കണ്ടില്ലേ, തൊട്ടടുത്തുക്കുന്ന ഒരു ബദാമിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പരിപാടി ആയതുകൊണ്ട് ഇന്ത്യൻ ആർമി അവിടെ തമ്പടിച്ചേക്കാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് ചെയ്തു. അത്യാവശ്യത്തിന് നല്ല രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തതിന് കുഴപ്പമൊന്നുമില്ല. ആർമിയുടെ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യണതിന് കുഴപ്പമില്ല. നമ്മൾ റെഡ് ഫോർട്ടിന് കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്തൊക്കെ ഭയങ്കര ഇതാണ്. റെഡ് ഫോർട്ടിലേക്കാണ്. അത് ഞങ്ങൾ അവിടേക്ക് നമ്മൾ ഷൂ മേടിക്കാനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാണ്ട് നമ്മൾ പോണ വഴിക്ക് ഇങ്ങനത്തെ ഡ്രസ്സും സാധനങ്ങളൊക്കെ കണ്ടു. കുറേ കടകളാണ്. നമ്മളിപ്പോൾ ഷൂ ആണ് ഒരു കടയിൽ കയറി. നമ്മൾ ഹോൾസെയിൽ ഷൂ മേടിക്കുന്ന ഒരു കടയിൽ കയറി. ഇതാണ് ഹോൾസെയിൽ ഷൂ. നമ്മൾ അവിടെ നിന്നൊരു ഷൂ മേടിച്ചു. അതേ ബ്ലാക്ക് ഷൂ ആണ് മേടിച്ചത്. അത് ഞാൻ അതേപ്പെട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മളിപ്പോൾ വീണ്ടും ഷൂ പർച്ചേസ് നമ്മൾ മെട്രോയിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി 120 രൂപയൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ വഴി നടക്കുന്ന വഴിയിൽ ഒരു ആടിനെ കണ്ടു. ഇത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും നമ്മൾ മെട്രോ എടുത്ത് വീണ്ടും നമ്മൾ ഇനി പോവാണ്. ഷൂ മേടിച്ച് വേറെ കണ്ടർ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെട്രോയിൽ നല്ല കളക്ഷനാണ്. അതെടുക്കാനിടയിൽ വലിയ വീഡിയോ എടുത്ത് പോയി തടഞ്ഞു. നല്ല അടിപൊളി പെമ്പിള്ളേർ നമുക്ക് വായ നോക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഗൈസ്, നമ്മൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് വായ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 30 രൂപ 40 രൂപ മുടക്കിയാൽ മതി. ഏതെങ്കിലും ഒരു മെട്രോ എടുത്ത് പോവുക. മെട്രോയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ളിൽ എവിടെയെങ്കിലും പോയി നല്ല രീതിയിലുള്ള പെമ്പിള്ളേരെ കാണാൻ സാധിക്കും. അത് നല്ല അടിപൊളി പെമ്പിള്ളേരെ
കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ 20 രൂപ എടുത്ത് വായി നോക്കാൻ വേണ്ടിയിരിക്കുകയാണ്. കേരളത്തിൽ വായി നോട്ടം കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിൽ മെട്രോയിൽ നമ്മൾ വായി നോക്കാൻ വേണ്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അതും കേരളത്തിൽ പോലെയല്ല, നല്ല അടിപൊളി പെൺപിള്ളേരാണ്. നല്ല വൃത്തിയും വെടുപ്പില്ല. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഡ്രസ്സ് ധരിക്കുന്ന ഒരു കേരളം കഴിഞ്ഞാൽ പിന്നുള്ളത് ഇത് മുംബൈയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ വായി നോട്ടം കഴിഞ്ഞ് നല്ല ചൂടാണ്. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. അതിനുശേഷം